നമ്മുടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടല്ലോ ഒരിക്കലും പെണ്ണ് കിട്ടൂലടാ, ഒരിക്കലും പെണ്ണ് സെറ്റ് ആവൂല എന്നും പറഞ്ഞുകൊണ്ടിരിക്കണ ഒരുത്തരുണ്ട്. പക്ഷെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കല്യാണം മിക്കവാറും അവൻ്റെ ആയിരിക്കും. അങ്ങനെ ഒരു കൂട്ടുകാരൻ്റെ കല്യാണം കൂടാൻ വേണ്ടി കോഴിക്കോട് പോവാണ്. ഞാനൊന്നും മിണ്ടുന്നില്ല, ഞാനൊരു വികാര ജീവിയാണ്. എവിടെ ചെന്നാലും ഒരു ചായ കുടിച്ചിട്ട് നമ്മൾ ഭാവി കാര്യങ്ങളെ പറ്റി സംസാരിക്കാവൂ. അതാണ് അതിന്റെ ഒരു കീഴ്വഴക്കം. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ട്രെയിനും വന്നു. ഒരു തിരക്കില്ല, നല്ല ശാന്ത സുന്ദരമായ ട്രെയിൻ. കുറച്ച് നേരം ട്രെയിനിന്റെ ഭംഗി ഞങ്ങൾ നിന്നാസ്വദിക്കാൻ തീരുമാനിച്ചു. സീറ്റ് ഇട്ടാത്തോണ്ടല്ല. പണ്ടൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഒരു സോഷ്യൽ ആൻസൈറ്റി ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്കൊരു ഉണ്ടമ്പൊരി ഉണ്ടാവാറ്. താഴെ ഇരുന്ന ബംഗാളി പോയിന്റെ കൂടെ F1 മൂവി കണ്ടോണ്ടിരുന്നോണ്ട് വലിയ ബോറടിയൊന്നും ഉണ്ടായില്ല. ഇവനാണെങ്കിൽ നൈസായിട്ട് ഇയർപോർട്ടും വെച്ച് സ്പോട്ടിഫൈ മോഡിലേക്ക് പോയി. സീറ്റ് നോക്കിയിരിക്കുമ്പോഴാണ് മുകളിൽ ബർത്തിലുള്ള ചേട്ടൻ നൈസായിട്ട് മാറി പോണത്. ഞാനപ്പോ തന്നെ ചാടി കയറി സീറ്റ് ഉറപ്പിച്ചു. ഇപ്പോഴാണ് നടുവെന്ന് പറഞ്ഞത്. ഇനിയിപ്പോ ഇരുന്ന് പോവാം. തൃശ്ശൂരായപ്പോഴേക്കും കുറെ ആൾക്കാർ ഇറങ്ങിയിട്ട് അവന് സീറ്റ് കിട്ടി. കോഴിക്കോട് ട്രെയിൻ ഇറങ്ങി മുഖമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ സ്റ്റേഷന്റെ പുറത്തേക്ക് കിടന്നു. ഇനിയിപ്പോ ഇന്നത്തെ സ്റ്റേയും ബാക്കി കാര്യങ്ങളൊന്നും സെറ്റ് ആയിട്ടില്ല, അതൊക്കെ കണ്ടുപിടിക്കണം. 4 മണിക്കൂർ ഇരുന്നതിന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി ഒരു നാരങ്ങവെള്ളം കുടിച്ച് ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാക്കിയതെങ്കിലും അവസാനം നമ്മൾ ഡോഗ് മാർക്കറ്റിൽ പോയി തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ എത്തി. ഞങ്ങൾക്ക് സ്റ്റേ സെറ്റ് ആവുമോ കാത്തിരുന്ന് കാണുക. അടുത്ത പാർട്ടിൽ കാണുന്നവരെ ഓക്കെ ബൈ.